നമസ്കാരം. പ്രധാന വാർത്തകൾ. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ്. യുഎസ് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിലെത്തി. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങൾ തകർത്തു. ഹോൾമോസ് കടലിടുക്കിന്റെ സുരക്ഷ അതാത് രാജ്യങ്ങൾ ഏറ്റെടുക്കണം. യുഎസ് ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലെങ്കിലെന്നും ട്രംപ്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും എല്ലാം തകർത്തെന്നു ട്രംപ്. ഇപ്പോഴും ഗൾഫ് മേഖല വളരെ ആശങ്കയിലാണ്. അമേരിക്ക ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നാറ്റോ രാജ്യങ്ങളോട് ഹോർമൂസിലൂടെ കപ്പലുമായി പോയിക്കോ, യുഎസ് നോക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തകർത്തെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലെ ടെൽ അവീവിൽ വൻ മിസൈൽ ആക്രമണമാണ് നടക്കുന്നത്. ഇസ്രായേലിൽ പല സ്ഥലങ്ങളിലും സ്ഫോടനം നടക്കുന്നുണ്ട്. ഉടൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കരയുദ്ധം തുടങ്ങുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. പക്ഷേ കരയുദ്ധം ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത്ര എളുപ്പമായിരിക്കില്ല. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് ഇറാൻ ഇപ്പോഴും ശക്തമായി ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിലേക്കും ശക്തമായ മിസൈൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത്. ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ രാജ്യം വിടണമെന്ന് ഖത്തർ. സൗദിക്ക് നേരെ ഡ്രോണുകൾ. 20 ഡ്രോണുകൾ തകർത്തെന്ന് സൗദി. ഇതിന് പുറമെ റിയാദ് നഗരത്തെ ലക്ഷ്യം വെച്ച് 3 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചും ആക്രമണമുണ്ടായി. ഇതിലൊന്ന് പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. മറ്റു 2 മിസൈലുകൾ വിജനമായ പ്രദേശത്താണ് പതിച്ചതെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.